സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ തൃശ്ശൂരത്തെ ഈ ബെഡ്റൂം ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാം കേട്ടോ. അധികം സംഗതികളൊന്നുമില്ല നമ്മുടെ കയ്യിൽ, എസ്പെഷ്യലി ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ഒരുപാടൊന്നും മേടിച്ചു കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മീഷോന്ന് കുറച്ച് ഹോം ഡെക്കോറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മീഷോന്നുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്നുണ്ട്, ആമസോണിൽ നിന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. കൂടുതലും മീഷോ തന്നെയാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റൂം ഒന്ന് മാറ്റിയെടുക്കാം. എസ്പെഷ്യലി പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ ബെഡ് കിടക്കണതും ടേബിൾ കിടക്കണതും ഒക്കെ ആ ഒരു രീതിയിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു മീഡിയം ബെഡ്റൂം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് ഒരു കുഞ്ഞ് റീഡിങ് കോർണർ പോലെ അങ്ങനെ ഒന്ന് വേണമെന്നുണ്ട്. പിന്നെ കുറച്ച് ഷെൽഫുണ്ട് നമുക്ക്, അപ്പോൾ അതൊക്കെ ഒന്ന് ആണിയടിച്ച് വെക്കാം. അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളൊന്നും നമുക്ക് വേഗം ട്രൈ ചെയ്യാം കേട്ടോ. ഭയങ്കര മാറ്റിമറിക്കുന്ന പരിപാടികളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ദേ ഇങ്ങനെയാണ് കേട്ടോ റൂം ഉള്ളത്. ഇത് ഇത്ര അലങ്കോലൊന്നും അല്ല. ഇതിപ്പോൾ നമ്മൾ ആണി അടിക്കാൻ വേണ്ടിയിട്ട് ആണിയും കേട്ടനും ഒക്കെ എടുത്തിട്ട് വന്നുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് ബെഡ് കിടക്കണത്. അവിടെ ഒരു ടേബിൾ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കപ്ബോർഡ് ഉണ്ട്. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ഒരു കുട്ടി ഒരു സ്റ്റോറേജിന് വേണ്ടി തന്നിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. അപ്പോൾ ഇതാ ഇത്ര വലിപ്പം ഉള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. നമുക്കെന്തായാലും കട്ടിലിൻ്റെ പൊസിഷൻ മാറ്റണം. ഈ കട്ടിലെടുത്തിട്ട് ആ സ്വിച്ച് ബോർഡിൻ്റെ അവിടേക്ക് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. ടേബിൾ എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് ഇടാം. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. ആ കോർണർ ഒരു കുട്ടി റീഡിങ് കോർണർ ആക്കി മാറ്റാം എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശം. ഓക്കെ, കർട്ടൻ ഇടാം കേട്ടോ. നമ്മൾ വെള്ള കർട്ടൻ മേടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജനല ഇത് ഒട്ടും ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ പകലൊക്കെ തുറന്നിടുമ്പോൾ ഒരു രസമില്ല. അത് മാത്രമല്ല പകൽ തുറന്നിടുമ്പോൾ നല്ല വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ അത്രയും വെളിച്ചം വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ഇതാ ഈ വെള്ള കർട്ടൻ ഇടാം കേട്ടോ. എന്നിട്ട് രാത്രി വേണമെങ്കിൽ ഇതിട്ട് അടയ്ക്കുകയും ചെയ്യാമല്ലോ. അത് നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ അങ്ങനെ മാറ്റാം. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ വൈറ്റ് കർട്ടൻ ഇട്ടു. ആണിയൊന്നും അടിച്ചില്ല കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ സ്ട്രിങ്ങിലിടുകയാണ് ചെയ്തത്. കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. അപ്പോൾ ആ വെളിച്ചം വരുമ്പോഴും നല്ല രസമുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള വെളിച്ചമുണ്ട്, എന്നാൽ വൈറ്റ് ആയതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇല്ലേ ഇല്ലേ പറയൂ ഉണ്ട് ഇത്ര നന്നായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇപ്പുറത്തും അതേപോലെ തന്നെ ഇതാ ഈ വൈറ്റ് കർട്ടൻ ഇടാം. സാധാരണ ചരട് വെച്ചിട്ടാണ് ഇടുന്നത്. കുഴപ്പമില്ല, നിൽക്കും. പക്ഷെ നമുക്ക് ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അതേ നമുക്കൊരു ടേബിൾ ഉണ്ട് കേട്ടോ. ടേബിൾ പക്ഷെ നല്ല ഒരു അവസ്ഥയിലല്ല. ഇതിൽ കണ്ടോ അപ്പിടി ഓട്ടകളും കാണാനൊരു രസമില്ല കേട്ടോ. നല്ലോണം പഴയതായി, എന്നാൽ നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ വാൾ ഷീറ്റ് ഉണ്ടല്ലോ, വാൾ പേപ്പർ, ഇത് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നമുക്ക് ടേബിളിൻ്റെ മീതെ ഒട്ടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത് വെച്ചാൽ നീളനെ അല്ല, ലെങ്ത് വൈസ് അല്ല, വിഡ്ത്ത് വൈസ് ആണ് നമ്മളിങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വേസ്റ്റേജ് കുറയുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വാൾപേപ്പർ ടേബിളിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ച് ഇങ്ങനെ 3 പീസസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം. എളുപ്പമാണ് ഒട്ടിക്കാൻ, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ചുളിവുകൾ വരും കേട്ടോ. അപ്പോൾ 2 ആളും കൂടിയിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഒറ്റയ്ക്കാണെങ്കിലാണ് ബുദ്ധിമുട്ട്. കാരണം നമ്മൾ അത് ആ പിന്നിലത്തെ ഷീറ്റ് മാറ്റുമ്പോഴാണല്ലോ പശയുള്ളത്. അപ്പോൾ അവിടെ നമുക്കത് മാറ്റി കൊടുക്കുകയും വേണം, ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ തനിയെ ചെയ്യുമ്പോൾ ചുളിവുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇങ്ങനത്തെ പ്ലെയിൻ സർഫസിൽ വാളിലും അതേപോലെ ഇങ്ങനെ ടേബിളിലൊക്കെ ഒട്ടിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. നല്ലോണം അതിൻ്റെ ലുക്ക് തന്നെ മാറ്റി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടെ ചേച്ചി ഹണഹുണാണോ? പിന്നെ പക്ഷെ കമൻസിൽ ഫുള്ള് കടകൂട ചേച്ചി എന്നാണല്ലോ പറയണേ. ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കണേന്ന് മനസ്സിലായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. മറക്കരുത്. ഏട്ടവന് ഈ ലോകത്തൊന്നും അല്ലാത്തതുകൊണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ റീൽസ് കാണിച്ചിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കൊച്ച്, മസിലൊക്കെ ഉണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ എന്താണ് വിറക് വെട്ടും, മൊട്ട ചേച്ചി മൊട്ടയും കൊണ്ട് പോണത്. അപ്പൊ ഞാനും ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ റീൽസിൽ. ഇതുപോലെ ഇങ്ങനെ അതിൽ ഫുള്ള് ഇടണ ടൈപ്പ്, ഇതിൽ ഫുള്ള് ഇടുന്നുണ്ട്. നമുക്ക് പൊസിഷനിങ് ശരിയാക്കിയതിന് ശേഷം ഇതിന് തൽക്കാലം എവിടേക്ക് അങ്ങനെ പറ്റില്ല. ഇതിനെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആക്കുക അല്ലേ? എന്നിട്ട് ഇവിടെ ആ കോർണറാക്കി മാറ്റാം അല്ലേ? കോർണർ എങ്ങനെയാന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം കേട്ടോ.
അതല്ലേ നല്ലത്. ആ കോർണറിലേക്ക് ചേർത്ത് വെക്കാം. നിൽക്കൂ, കാർപ്പറ്റ് ഒന്ന് നീക്കട്ടെ ഒരു സെക്കൻഡ്. അപ്പോൾ ഇതേ ഈ കോർണറിൽ നമ്മളൊരു ബുക്ക് ഷെൽഫ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഡെക്കോർ പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മണി പ്ലാന്റ്സും അങ്ങനത്തെ കുട്ടി കുട്ടി ഡെക്കോർ ഐറ്റംസ് വെക്കണമെങ്കിൽ വെക്കാം. നമ്മൾ ഈ കോർണർ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഈ വാൾ ഷെൽഫ് ഉണ്ടായിരുന്നു. ഇത് വെക്കാച്ചിട്ട് നോക്കുമ്പോഴേ ഇത്ര അധികം ആണി അടിക്കണ്ടേന്ന് ആലോചിക്കണം. അതായത് 3 എണ്ണമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും 2 ആണി വെച്ചിട്ട് മൊത്തത്തിൽ നമുക്ക് 6 ആണി വേണം. അപ്പോൾ അത് എനിക്ക് പിന്നെ വേണോ വേണ്ടയോ എന്നിങ്ങനെ ആകെ സംശയം. പിന്നെ ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലും ഭയങ്കര സംശയം. ഒരുപാടൊന്നും നമുക്ക് വയ്ക്കാനും പറ്റില്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ, വേണോ വേണ്ടയോ പകരം വേറെ എന്തെങ്കിലും മതിയോ എന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. പക്ഷെ ഇത്രയും ആണി അടിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പിന്നീട് നമുക്കത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായില്ലേ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. അറ്റ് ലാസ്റ്റ് വേണ്ടാന്ന് തീരുമാനിച്ചു. നമുക്ക് ആ കോർണറിൻ്റെ അവിടെ ബുക്സ് വെക്കുന്ന ആ കോർണർ ഉണ്ടല്ലോ, അവിടെയായിട്ട് നമുക്കൊരു വാൾ ഡെക്കോർ ചെയ്യാം. ഇതൊരു 6 എണ്ണത്തിൻ്റെയോ 6 എണ്ണം പോരാട്ടോ, 11 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അല്ല, ഇടയിൽ വരാൻ കുഞ്ഞു കുഞ്ഞുങ്ങളില്ല. അപ്പോൾ നമുക്കത് ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. അതും അധികം ഡബിൾ സൈഡ് ടേപ്പൊന്നും വെക്കണമെന്നില്ല. അപ്പോൾ ഇൻ കേസ് നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും പതുക്കെ മാറ്റിയെടുത്താൽ പെയിൻറ്റ് പോകാനുള്ള ചാൻസസും ഇല്ല കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഡെക്കോർ പീസായിട്ട് തോന്നി. എസ്പെഷ്യലി വാളിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഓരോന്നായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ജസ്റ്റ് ഒരെണ്ണമായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ഇത് ഭയങ്കര ഇൻഎക്സ്പെൻസീവുമാണ്. എല്ലാ വെബ്സൈറ്റ്സിലും ഇത് അവൈലബിളും ആണ് കേട്ടോ. ഇത് 300 റുപ്പീസ് ഒക്കെയാണ് ഇത്ര എണ്ണത്തിന്. ഇതിപ്പോൾ ഒരു 10 11 എണ്ണ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല വൈബ്രൻറ്റ് പ്രിൻറ്റ്സ് ഉള്ളതും ഒക്കെ അവൈലബിളാണ്. നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത്. ഇതിലൊരു കോട്ടുണ്ട്, ഒരു മൂങ്ങിയുണ്ട്, ഒരു കിളിയുണ്ട്, ഗുഡ് വൈബ്സ് ഉണ്ട് അങ്ങനെ. അപ്പോൾ നമുക്കിനി ബുക്സ് വെച്ച് തുടങ്ങാം കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ബുക്സും ഉണ്ട് വീട്ടിൽ, കുറേ ഉണ്ട് അച്ഛൻ വായിച്ചിട്ടുള്ള ബുക്സൊക്കെ. റൂം മേക്ക് ഓവർ. അപ്പോൾ ഇത് അച്ഛൻ്റെ പഴയ ബുക്സൊക്കെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് സെറ്റാക്കാം. ഇതൊക്കെ അച്ഛൻ വായിച്ചു കഴിഞ്ഞതാ. അച്ഛൻ കൂടുതൽ ഇംഗ്ലീഷാട്ടോ വായിക്കുക. അപ്പോൾ ഇഷ്ടംപോലെ ബുക്സൊക്കെ കൊള്ളു കേട്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും മീതിയായിട്ട് നമ്മൾ ഒരു 4 ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ കുറച്ചും കൂടി കംഫി ആക്കാൻ 2-3 കുഷൻസും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ടേബിളിൽ ബാക്കിയുള്ള സ്ഥലത്തും കൂടി ഈ വാൾപേപ്പർ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കോർണർ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബുക്സൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു ഹാങ്ങിങ്ങും കൂടി ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ മാക്രമേ വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ പ്ലാന്റ് എന്ത് വേണമെങ്കിലും പറയാം. ആക്ച്വലി ഇത് നമ്മളിപ്പോൾ മേടിച്ചതാണ് കേട്ടോ. പണ്ട് കാലത്ത് എത്രയോ കാലം മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇത് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് രണ്ടും അതെ കേട്ടോ, ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇത് എൻ്റെ അനിയന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. താഴെ ഷോക്കേസിൽ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് വേറെ ഒന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വേറെ മേടിക്കാം കേട്ടോ. എനിക്ക് ഈ കോർണർ നല്ലോണം ഇഷ്ടമായിട്ടോ. ലുക്ക് സോ പ്രിട്ടി, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ബോർഡ് ഭംഗി തന്നെയാണ്. ഇതിനെ ഭയങ്കര ഭംഗിയാക്കാൻ വേറെ വഴിയൊന്നുമില്ല. ആകെയുള്ളത് നമുക്ക് ഈ 3D ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ അത് 2-3 എണ്ണം ഇവിടെ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ മീതെ ഇടാം. നമ്മുടെ ഇവിടെ ഫുൾ ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ടേബിൾ നല്ല സിമ്പിളാക്കി വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ ലാമ്പും പിന്നെ ഒരു കുട്ടി ഓർഗനൈസറും കൂടി മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. പിന്നീട് നമുക്ക് ബെഡ്ഷീറ്റ്. അപ്പോൾ നമ്മൾ റെഡ് ബെഡ്ഷീറ്റ് തന്നെ വിരിക്കാൻ വിചാരിച്ചു. കേർട്ടൺ റെഡ് ആണല്ലോ. അപ്പോൾ നല്ലൊരു കളറും ഉണ്ട്. എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് ഓവറായിട്ടുമില്ല. ഒരു കളർ തീമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും പറ്റണ പോലെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇത് സാധാരണ ബെഡ്ഷീറ്റാട്ടോ. മീഷോ എന്നിട്ട് മേടിച്ചിട്ടുള്ള ബെഡ്ഷീറ്റാണ്. അതിൻ്റെ കൂടെ ഒരു പില്ലോ കവറും ഉണ്ട്. സിമ്പിളായിട്ടുള്ളതാണ്, അത്രയേ ഉള്ളൂ. ഇമ്മുക്കുട്ടിയുടെ പാവയുണ്ടല്ലോ, അതും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി ഈ 2 ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് ഈ ഷീറ്റിനെ ഒട്ടിക്കാം, ഈ വാൾപേപ്പർ ഷീറ്റിനെ ഒട്ടിക്കാം എന്നുള്ളത് നല്ല ഉപകാരമായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നാൽ നമ്മൾ വിചാരിച്ചു ഇവിടെയും വാൾ പേപ്പർ ബാക്കി ഉണ്ടായിരുന്നു, അത് 2-3 പീസുകളായിട്ടാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതങ്ങോട്ട് ഒട്ടിക്കാം. കുറച്ച് ബാക്കി വരും ഇവിടെ സൈഡിലായിട്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ടേബിളിൻ്റെ അവിടെ കുറച്ച് ഒട്ടിക്കാണ്ടായിരുന്നു, അതിലേക്ക് ഒട്ടിക്കാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഓപ്ഷനാണിത്. റൂമൊക്കെ ഡെക്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് വാൾപേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ക്ഷമയോടെ സമയം എടുത്തിട്ട് ഒട്ടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്? ഇത് നമ്മുടെ വീട്ടിലെ കളർ വെച്ചിട്ട് അങ്ങോട്ട് ചേർന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് സട്ടിലായിട്ടുള്ള ഷെയ്ഡ് വേണമെന്നുണ്ടായിരുന്നു, അപ്പോൾ അതാണ് നമ്മളിത് മേടിച്ചത്. ഇതിന് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് വാൾപേപ്പറിൽ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഏത് പാറ്റേൺ വേണമെങ്കിലും ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ തന്നെ മീഷോ, ഇതിൽ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും മേടിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ആ ഭാഗം അങ്ങനെ ഒട്ടിച്ച് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുട്ടി ഫെയറി ലൈറ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഹലോ, റെക്കോർഡ് സമയത്തിലാണ് കേട്ടോ നമ്മൾ ഈ റൂം ഡെക്കോർ ചെയ്ത്. മേ ബി ലൈക്ക് 1.5 അല്ല 2 hours എടുത്തിട്ടുണ്ട് കേട്ടോ. 2 hours നമ്മൾ ഈ മേക്ക് ഓവർ ചെയ്തു. കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഉള്ളതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളിതേ പെട്ടെന്ന് വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കറണ്ട് പോയോ? ഇവിടെ എൻ്റെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആക്സസറീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മിറർ ഉണ്ട്, ചീർപ്പ്. ഇവിടെ നമുക്ക് കീസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കീസ് ഇട്ടിട്ടില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കോർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഡെക്കോറാണ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ? ഒരു ടീ ടെട്രോമാക്സ് ഒന്നല്ല, ടീ ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ ഇത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു പാവം കബോർഡാണ്. ഇത് തുറന്ന് കാണിക്കാൻ പറയത് ഞാൻ കാണിക്കില്ല കേട്ടോ, ആകെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തൊന്നും നമ്മളൊന്നും ചെയ്തില്ല. ഒരു വാൾ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബീൻ ബാഗാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ എത്തിയിട്ടില്ല കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി കുറച്ചിങ്ങനെ പ്ലെയിൻ ആയിക്കോട്ടെ എന്നും വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വൈറ്റ് കേർട്ടൻ കൊടുത്തു. ഈ വൈറ്റ് കേർട്ടൻ ഫ്ലിപ്കാർട്ടിലാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. നമ്മൾ ആണിയൊന്നും അടിച്ചില്ല, ജസ്റ്റ് ചരട് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പകൽ സമയത്ത് ഇങ്ങനെ കിടന്നുകൊണ്ട് ജനല തുറന്നിട്ടിട്ട് ഈ വെള്ള കേർട്ടൻ ആകുമ്പോൾ നല്ല രസമാണ്, വെളിച്ചവും വരും, നല്ല ഭംഗിയുണ്ട് കാണാൻ. രാത്രിയാകുമ്പോൾ നമുക്കിതാ നമ്മുടെ മെയിൻ കേർട്ടൻ ഇങ്ങനെ ഇടുകയും ചെയ്യാം. അപ്പോൾ നല്ല കൂൾ ലുക്കായിരിക്കും. പിന്നെ ഇത് നമ്മുടെ മീഷോന്ന് മേടിച്ച പുതിയ ഇതാണ് കേട്ടോ, ബെഡ്ഷീറ്റാണ്. പിന്നെ നമ്മൾ അവിടെ കറണ്ട് പോയ കാരണമാണ് കാണാത്ത. സോ സോറി, നമുക്ക് പോകേണ്ട സമയമായി, പാലക്കാട്ടേക്ക് പോകേണ്ട സമയമായി. ഇപ്പോൾ ഇത് തീർത്തിട്ട് വേണം പോകാനായിട്ട്. ഇത് ലൈറ്റ് കത്തു കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതുണ്ട്, കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ കുട്ടിയുടെ ടോയാണ്, അതിനിവിടെ ചുമ്മാ കിടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ നമുക്ക് ഇതാ ഇവിടെ എഗെയിൻ നമ്മൾ വൈറ്റ് കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, നല്ല രസമായിട്ടുള്ളൊരു കോർണറാണ്. ഇവിടെ നമ്മൾ മണി പ്ലാന്റ് ഉണ്ട് 2 എണ്ണം. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ എന്താണ്. ഇത് അച്ഛൻ്റെ പഴയ ബുക്സാണ്. അച്ഛൻ ഇങ്ങനത്തെ ബുക്സൊക്കെ കുറേ വായിക്കും. അച്ഛന് ഭയങ്കര ഇഷ്ടം ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ രാത്രിയായാൽ ഞാനിങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇതിലത്തെ പുസ്തകം ഇങ്ങനെ വായിക്കും. അല്ല കേട്ടോ, ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഉറങ്ങും. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്താൽ. എനിക്ക് ഇങ്ങനെ ഒരു കോർണർ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു കോസി ആയിട്ടുള്ള ഒരു കോർണർ വേണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് ഈ സ്റ്റൂൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കാം. നല്ല രസമുണ്ട് കേട്ടോ, ഇത് നല്ല ഒരു വൈബാണ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അടിച്ചു വരുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് അടിച്ചു വരണമെന്ന് മാത്രം. കാർപ്പറ്റും നല്ല രസമുണ്ട്. ഈ കാർപ്പറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ, ഇതൊക്കെ മീഷോ എന്നാണ്. ഈ കുഷൻ കവേഴ്സും മീഷോ തന്നെയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇത് ആക്ച്വലി എല്ലാം ഇങ്ങനെ പീസസ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക ചെയ്തത്. അനിയനാണ് കേട്ടോ എനിക്കിത് ചെയ്തു തന്നത്. ഇത് നല്ലതാണ്. ബുക്സ് ഇങ്ങനെ വെക്കാൻ എത്ര ബുക്സാണ് കൊള്ളണേന്ന് അറിയോ, നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എണീക്കാം. പിന്നെ ഇതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആണി അടിക്കേണ്ടി ഒന്നും വന്നില്ല. ജസ്റ്റ് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ, അത് നമ്മൾ പിന്നിൽ വെച്ചു. ഇതിൻ്റെ കൂടെ ഡബിൾ സൈഡ് ടേപ്പ് അവൈലബിൾ ആയിരുന്നില്ല, നമ്മൾ വേറെ മേടിച്ച് വെക്കുകയാണ് ചെയ്തത്. ഈ ഫുൾ സെറ്റിന് ഒരു 300 റുപ്പീസാണ് കേട്ടോ ഉള്ളത്. അത്ര കനല്ല, അപ്പോൾ അതൊരു കണക്കിന് നല്ലതാണ്. ഡബിൾ സൈഡ് ടേപ്പിൽ ഇത് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതിലത്തെ ഡെക്കോർ പീസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളതാണിത്, ഒരുപാട് നാൾ മുമ്പ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടോ. അതാണ്. ഈ ഫെയറി ലൈറ്റ് നല്ല രസമായിട്ടുണ്ട്.
നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ മാത്രമേ ആണി അടിച്ചുള്ളൂ, ബാക്കി കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആണി അടിക്കേണ്ട വിചാരിച്ചു, അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ ഒരെണ്ണം മാത്രം ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്നു വർത്താണ്, നല്ലൊരു ഡെക്കോർ പീസാണ്. പിന്നെ ടേബിൾ നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അധികം സാധനങ്ങളൊന്നും ഡംപ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് നല്ല രസമാണ് കേട്ടോ. ഈ ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയിട്ടുള്ള കാരണമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് അധികം വെച്ചു കേട്ടോ. അച്ഛൻ പറഞ്ഞതാണ് 2 എണ്ണമൊക്കെ മതിയില്ലേ, ഞാനിത് ഫുള്ള് നിറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചതാണ്. ഇത് നല്ല രസമായിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ ഇത് കത്തിച്ച് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് എന്ത് തുടരുത്, നല്ല ചൂടുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊരു കുട്ടി ഓർഗനൈസർ, ഫോൺ വെക്കാനായിട്ടും അതേപോലെ കണ്ണട വെക്കാനായിട്ട് നമുക്ക് ചാർജറൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ ലിബാം പിന്നെ നമുക്ക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടി റൂം മേക്ക് ഓവർ. എനിക്ക് ഈ ഏരിയ ആണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഏത് ഭാഗമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് എന്തായാലും പറയണം. വളരെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്തതാണ്, എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, സബ്സ്ക്രൈബ് എടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാകുന്ന ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.